സിനിമയെ ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഞങ്ങൾ സെറ്റി പറയാനുള്ള ഒരു ഉണ്ട്, അത് മതി. അതൊന്നും എഴുതി വെക്കല്ലേ. സീരിയലിൽ ഏറ്റവും ക്രിഞ്ചായി തോന്നിയ ഡയലോഗ്? എന്റെ ചക്കരക്കുട്ട, എന്റെ വില്ലാളി വീരൻ. പുറത്തറിയാത്ത കഴിവ്. ഭയങ്കര വളയും ഫ്ലെക്സിബിൾ ആണ്. പെട്ടെന്ന് വളയ്ക്കാതെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഇത്രത്തോളം സ്വീകാര്യത കിട്ടുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ച് വിഷമം കൂടി ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് കൃഷ്ണേന്ദുവിനെ തുടക്കകാലത്ത് ഡയറക്ടറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ക്രൂവിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നല്ല രീതിയിലേക്ക് ബോഡി ഷെയ്മിംഗ് ഒക്കെ കിട്ടിയ ഒരാളാണ്. ഇപ്പോഴും കാണുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലായിക്കോണം. കാരണം അതിൽ ഞാൻ ഭയങ്കര ചെറുതാണ്, സ്കിന്നിയാണ്. സ്ക്രീനിൽ പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി വരുമ്പോൾ ഭയങ്കര സൈസ് തോന്നും. പക്ഷേ ഈ എല്ലാവരും സെറ്റിൽ ഇത്ര അധികം പേരിരിക്കുമ്പോൾ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത് വിഷമം ഉണ്ടാക്കി. അതെ അതെ, അത് തന്നെയാണ് എനിക്ക് ബോഡി ഷെയ്മിങ്. എനിക്ക് ഓപ്പണായിട്ട് തന്നെ പറയൂ, വാക്കുകൾ കൊണ്ട് തന്നെ ഇതിങ്ങനെ വേണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയൊക്കെ പറയാം. മീൻസ് പലരും ഓപ്പൺ ആയിട്ട് പറയുന്നത് അത് അതിനാ പ്രൊഫഷണൽ രീതിക്ക് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് ടൈമിലൊന്നും എനിക്കത് ആ രീതിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അത് പബ്ലിക്കായിട്ട് ചില ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതായത് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഇതായി പോയി. എനിക്ക് ചില വേർഡ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പൊ അൺടൈറ്റിൽഡ് സ്റ്റോറീസ് തുടരുകയാണ്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോട്ടെ. ആൻഡ് സീരിയൽ തിളങ്ങിയെങ്കിലും ഇതുമൂലം സിനിമയ്ക്കുള്ള അവസരം കുറയുമോ എന്നുള്ള പേടി നല്ലപോലെ ഉണ്ട്. ഇല്ല, നേരത്തെ പണ്ടൊക്കെ അങ്ങനെ എനിക്ക് നമുക്ക് ഇതിനെ പറ്റി ആധികാരികമായിട്ട് അറിയില്ല. പക്ഷെ ഇപ്പൊ മൂവീസ് എന്ന് പറഞ്ഞാൽ എല്ലാരെയും അക്സെപ്റ്റ് ചെയ്ത് എല്ലാരെയും നല്ല ആ ക്യാരക്ടറിന് എന്താണോ ആവശ്യകത അതിന് അയാൾ ആപ്റ്റ് ആണോ അങ്ങനെ നോക്കി ഇപ്പൊ കുറെ പേര് എടുക്കുന്നുണ്ട്, കുറെ പേര് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ സീരിയലിലുള്ള ആൾക്കാർ. മുമ്പ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമുക്ക്, സീരിയലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കിട്ടില്ല അങ്ങനത്തെ. എത്ര സീരിയൽ ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ സിനിമയില്. നമ്മുടെ ആശാശരത്ത് ചേച്ചി, പിന്നെ അവരൊക്കെ ഈ പറയുന്ന സീരിയലിൽ വന്നിട്ടുള്ള ഇപ്പൊ ആ ചിന്താഗതിയും ആൾക്കാർ ഈവൻ ഡയറക്ടേഴ്സിന്റെ ആണെങ്കിലും എല്ലാവരുടെ ആണെങ്കിലും എല്ലാം മാറി. ശരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് മിനി സ്ക്രീനിലെ ഫേവറേറ്റ് കപ്പിൾ എന്നുള്ളത് അല്ലേ? അപ്പോ അതിനൊപ്പം തന്നെ അങ്ങനെ പറഞ്ഞൊരു ഉദ്ദേശം കൂടി ഉണ്ട്. സോ അങ്ങനെ പ്രിയപ്പെട്ടതാണ് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ പാട്ട് കൊണ്ടോ. രാഹുൽ സുരേഷ് വെയിറ്റിംഗ് ആയിരുന്നു. രണ്ടുപേരോ? രാഹുൽ സുരേഷിനെ ഡിസ്റ്റർബൻസ് ഇല്ല. രാഹുൽ നല്ല സിംഗറാണ്. അപ്പൊ അവന്റെ രാഹുൽ അത്ര വലിയ സിംഗർ അല്ല. ഓക്കെ, അപ്പോ അവന് ആഗ്രഹമുണ്ട് അവന്റെ ആ ഒരു ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ താല്പര്യം. നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ സിംഗർ അല്ലല്ലോ. സപ്പോർട്ട് ചെയ്താൽ മതി. സാറല്ലേ സിംഗർ, പറയൂ. എനിക്ക് അയ്യോ, എനിക്ക് ആ പാട്ട് അറിയില്ല. അപ്പൊ അവൻ തന്നെ പാടിക്കോട്ടെ, അതായിരിക്കും നല്ലത്. എന്തിനാ കോളാക്കുന്നത് അവന്റെ ആ ഒരു. പക്ഷെ അവിടെ എത്തുന്നുണ്ട് എന്ന ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ട് രാഹുൽ പാടുന്നു, രണ്ടുപേരും പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ, യെസ്. कजरा मोहब्बत वाला अखियों में सा डाला, कजरा मोहब्बत वाला अखियों में सा डाला, कजरे न ले ली मेरी जान, हाय रे मैं तेरे कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान. ഇത് ഇവിടെ നിൽക്കുന്ന അല്ലെ ഫീൽ അർജുൻ ആ ഒരു ഫീൽ ഇനി അങ്ങോട്ട് ഗ്രാഫ് അങ്ങ് കയറും. ഫാൻസിന്റെ എണ്ണപ്പം പാട്ടുകൂടെ കേൾക്കുമ്പോ പലർക്കും അറിയില്ലാന്ന് തോന്നുന്നു. ആണോ? നല്ല ആക്ടർ ആണ് അതിന്റെ ഒപ്പം തന്നെ ഈ സിംഗർ എന്നുള്ള രീതിയിലേക്ക് ഇത്ര ഗംഭീരമായിട്ട് പാടുന്നു എന്നുള്ളത്. അങ്ങനെ പാടിയൊന്നും അധികം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് മാത്രമാണ് എനിക്ക് ലിറിക്സ് കാണാൻ അറിയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് പാടുന്നു കൂടി പറയുമ്പോ നല്ല രീതിയിൽ കൂടും. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പാടാൻ കഴിയുള്ള ലുക്കും കൂടി
അതിന് ട്രീറ്റ് വേറെ തരുന്നോ? പൊക്കി അടിച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ എന്തായാലും ഇനി രണ്ടുപേരും എന്തായാലും പരസ്പരം മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇപ്പോഴും ഈ രാഹുൽ കൃഷ്ണേന്ദുവിനേക്കാൾ അപ്പുറമായിട്ട് അർജുൻ മീനും അല്ലെ അത് എന്നെ കാണാനും താല്പര്യം. അപ്പൊ രണ്ടുപേരും അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് സീരിയലും കാതോട് കാതാരമായിട്ട് തന്നെ ഒരു വർഷമായിട്ട് ഒരുമിച്ച് ഒരു യാത്ര കൂടിയാണ്. അപ്പൊ പരസ്പരം മനസ്സിലാക്കിയ കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ലൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? പോവാം. അപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ കയ്യില് ടോപ്സ് വരും. റെഡി? സോ നമ്മുടെ സെഗ്മെന്റ് പേര് കാതോട് കാതോരം തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള ചോദ്യങ്ങളാവും വരിക. പക്ഷേ എന്തായാലും രാഹുൽ എഴുതേണ്ടത് അതിനുള്ള ഉത്തരം കൃഷ്ണേന്ദുവിന് എന്തായിരിക്കണം എന്നായിരിക്കണം. കൃഷ്ണേന്ദു എന്തായിരിക്കാം? അതെ അതെ, കൃഷ്ണേന്ദുവിന്റെ ഉത്തരം എന്താണെന്നുള്ളതാണ് രാഹുൽ എഴുതേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫേവറേറ്റ് ആക്ടർ പറഞ്ഞു കഴിഞ്ഞാല് ആ ഫേവറേറ്റ് ആക്ടർ കൃഷ്ണേന്ദുവിന്റെയാണ്, ഞാൻ എഴുതേണ്ടത് കൃഷ്ണേന്ദു എഴുതേണ്ടത് രാഹുലിന്റെയാണ്. അപ്പൊ ചോദ്യങ്ങൾ ഒരേപോലെ ആയിരിക്കും, പക്ഷെ പരസ്പരം. രണ്ടാമത്തെ കാര്യം ഇത് എക്സാം ഹോൾ അല്ല, കോപ്പി അടിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഈ കണ്ണിൽ എക്സ്പ്രഷൻ ഇട്ട് നന്നായിട്ട് തന്നെ കോപ്പി അടിക്കാൻ. കാരണം പ്രത്യേകിച്ച് നമ്മള് കോ ആക്ടേഴ്സ് ഇത് അടുത്ത് മൂവ് ചെയ്യാൻ പോകണ്ടെന്നുള്ളത് നോക്കി നോക്കി ഇടങ്ങുന്ന പ്രയോഗം നന്നായിട്ട് അറിയുന്ന ആർട്ടിസ്റ്റുകളാണെന്നറിയാം. ഓക്കെ, റെഡി? അപ്പൊ തുടങ്ങാലോ. അപ്പൊ ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോവാണ്. സെറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വാക്ക് എപ്പോഴും ചിലപ്പോ അതെ കൃഷ്ണ എന്ന് പറയേണ്ടത് രാഹുൽ പറയുന്ന വാക്കായിരിക്കണം, രാഹുൽ എഴുതുന്നത് കൃഷ്ണൻ ആയിരിക്കണം. എപ്പോഴും സംസാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്. ഒരു ക്യാമറ വെക്കേണ്ടി വരും. കണ്ണ് നന്നായിട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് പിടിച്ചോ. റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വാക്കല്ലേ? കിട്ടിയോ? ഓക്കേ, റെഡി? റൊമാൻറ്റിക് സീനിൽ കൈ നിട്ടത്, അല്ലെങ്കിൽ പൊതുവെ റൊമാൻറ്റിക് സീൻ വരുമ്പോ കൈ നിടുന്ന കാര്യം നമ്മള് ഒരു സീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എങ്ങനത്തെ രീതിക്കാണ് ഇടാറുള്ളത്? അതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടിയല്ലോ. അവിടെ കണ്ണ് ഇവിടുന്ന് പോകുന്നു, ഇവിടെ വരെ എത്തി. ഓക്കെ. സീരിയലിൽ ഇതുവരെ ഷൂട്ട് ചെയ്തതില് ഭയങ്കരമായിട്ട് ക്രിഞ്ചായി പോയല്ലോ എന്ന് പറഞ്ഞൊരു വാക്ക്. രാഹുലാണ് വാക്ക്. ഇത് ക്രിഞ്ചാണല്ലോ. ആ ഡയലോഗ് മാറ്റിയായിരുന്നു ഒരു ഡൗട്ട്. ഓക്കെ. രണ്ടുപേർക്കും കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, അധികമായിട്ട് ആഗ്രഹം പറയാറുള്ള ഡയറക്ടർ ആരാണ്? രണ്ടുപേർക്കും? അയ്യോ, അത് നമ്മളൊന്നും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല കാര്യം. ഊഹം വെച്ച് ഞങ്ങൾ ആയിരിക്കും. ഊഹം വെച്ച് പഠിച്ചോന്നല്ലേ? ഓക്കെ. രണ്ടുപേരുടെയും സെലിബ്രിറ്റി ക്രഷ്. രണ്ടുപേരോടായി ചോദിക്കുന്നു. എടാ ഞാനത് എഴുതട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്? എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ. രണ്ടുപേരും നമ്മുടെ റിയൽ ലൈഫും നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ എപ്പോഴും. അത്തരത്തില് സിനിമയെ ബന്ധപ്പെട്ട് നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഏറ്റവും ഞങ്ങൾ സെറ്റി പറയാനുള്ള ഒരു ഉണ്ട്. അത് മതി. അതൊന്നും എഴുതി വെക്കല്ലേ? അല്ല, ഞാൻ പറയട്ടെ, എന്താ ചോദ്യം ഒന്നും കൂടി പറയാം. ഒരു മിനിറ്റ്, എടാ അതിനല്ല ചോദിച്ചത്. രാഹുൽ ഉദ്ദേശിച്ചില്ല. എന്താ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? അതായത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന ക്യാരക്ടർ വൈസ് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, മൂവി ക്യാരക്ടർ. അതായത് മീനു അല്ല, കൃഷ്ണേന്ദു രാഹുൽ, അല്ലെങ്കിൽ മീനു അർജുനായാലും എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് കൃഷ്ണേന്ദു രാഹുൽ. സംസാരിച്ചിട്ടുണ്ട്. അതെ. അയ്യോ, ഞാൻ ഇന്ന് പോലും പറഞ്ഞോളൂ. കഴിഞ്ഞോ? വലിയ ഉത്തര. പുറത്തറിയാത്ത കഴിവ് രണ്ടുപേരുടെ. പുറത്തറിയാത്ത കഴിവല്ലേ? പുറത്തത് അറിയാത്ത കഴിവെന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാർ, ഞാനതൊരു ടാലന്റ് ആയിട്ട് കാണുന്നുണ്ട് അവനെ. അപ്പൊ അത് എഴുതി വെക്കാം. ഓക്കെ. ആൻഡ് ഫൈനലി രണ്ടുപേരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ ചോദ്യം ചോദിക്കാതെ വയ്യ. രണ്ടുപേരും ഏറ്റവും ആസ്വദിച്ച് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൂടി എഴുതിക്കോളൂ. രണ്ടുപേരുടെ ഇഷ്ടം. ഇല്ല, കണ്ടില്ല. ആദ്യം ആരുടെ അറിയണം നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കുഴപ്പമില്ല. അവിടെയാണ്. അപ്പൊ എന്തായാലും രാഹുൽ എഴുതിയിട്ടുള്ളത് കൃഷ്ണേന്ദുവിനെയാണ്. ഓക്കെ.
അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വായിച്ചാൽ പോലെ ഇതൊക്കെ വായിക്കാൻ കിട്ടും. ഇത് പറഞ്ഞ പോലെ റണ്ണിലിട്ടോ. അപ്പൊ ഇതെന്തായാലും അവിടുന്ന് പറയണം. ഇത് രാഹുൽ എഴുതിയതല്ലേ? എന്തുതന്നെയാണ് ചോദിക്കുമ്പോഴേ രാഹുൽ വെച്ചാൽ മതി. ഓക്കെ. സോ സെറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് പറഞ്ഞോ. ഞാൻ പറയുന്ന വാക്കോ? രാഹുൽ സുരേഷ് ആണോ? അത് പേര്. വാക്ക് വേറെ പേരല്ലാതെ വാക്ക് ഉപയോഗിക്കാനുള്ള വാക്ക്. എന്തേലും പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ വേണ്ടിയ സമയങ്ങളില്ല. അവിടേക്ക് നോക്കരുത്. എന്താ നീ ഉദ്ദേശിക്കുന്ന കാര്യം? അതൊന്നുമില്ല. ദേഷ്യം വന്നാണ് ഞാൻ സംവാദം നടത്താൻ പറ്റില്ല. എന്തേലും ഒന്ന് പറഞ്ഞു. അയ്യോ എനിക്കൊന്നും പറഞ്ഞു. ഞാൻ എപ്പോഴും സെറ്റില് എപ്പോഴും രാഹുൽ സുരേഷ് രാഹുൽ സുരേഷ് രാഹുൽ സുരേഷ് എന്ന് വിളിച്ചോണ്ട് അവിടെ കൃത്യമായിട്ട് അത് അറിയാട്ടെ. അപ്പൊ ഒന്ന് പോയി സ്കോറോടെ കൊണ്ടുപോയി. ഓക്കെ. സോ അടുത്തത് റൊമാൻറ്റിക് സീനിൽ കൈ നിട്ടത് എന്താ? കൈ നിട്ടുണ്ടായിരുന്നു ഐ കോണ്ടാക്ട്, ഐ കൊണ്ടുള്ള ഫേസ് എക്സ്പ്രഷൻ സംഭവമാണ്. എന്താണ് അവിടെ കറക്റ്റ്. സീരിയലിൽ ഏറ്റവും ക്രിഞ്ചായി തോന്നിയ ഡയലോഗ്? എന്റെ ചക്കരക്കുട്ട, എന്റെ വില്ലാളി വീരൻ, എന്റെ ദൈവം. അല്ല അതൊരൊറ്റ വേർഡായിരുന്നു. മീൻസ് ഒരു ഡയലോഗായിരുന്നു. ഒരു വാക്കായിട്ട് ഞാൻ നിന്നെ സമർപ്പിക്കുക എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നിന്നെ സമർപ്പിക്കുന്നു. ശരിയായിട്ടോ. ഓക്കെ, 2 points കറക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഡയറക്ടർ? പ്രതീക്ഷ തെറ്റണം. ഞാൻ ആദ്യം രാഹുലിന്റെ ഇതിപ്പോ രാഹുൽ എഴുതിയുള്ളതാണ്. പറയണം. രാഹുൽ ഇത് കറക്റ്റ് ആയി പറഞ്ഞോളൂ. 2 കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 2 പോയിന്റ്. എന്റെ അല്ലേ ഡയറക്റ്റ് വിനീത് ശ്രീനിവാസന് ഇഷ്ടം. പിന്നെ പൃഥ്വിരാജ് സാർ. പൃഥ്വിരാജിനെ ഞാൻ ഡയറക്ടറായി കാണാൻ മറന്നുപോയി. എന്റെ ഹൃതിക് റോഷൻ. എന്താ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത് ഹിന്ദി ആ ഒരു രീതിക്ക്. കാരണം എപ്പോഴും ഞാൻ പറയാറുള്ളത് നമ്മുടെ ഇപ്പൊ തോബ സംഭവം വന്നായിരുന്നല്ലോ, അതേപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് പറയണം ഹൃതിക് റോഷൻ ലെവലിൽ നിന്ന് സ്വയം തോന്നിയിട്ടുള്ളത് എന്നെ കണക്ട് ചെയ്തിട്ട് എന്റെ ക്യാരക്ടർ എന്നുള്ളത് സംസാരിക്കുകയും തോന്നിയിട്ടുള്ളതായിട്ടുള്ള പറയാം. മൂവി ക്യാരക്ടർ നമ്മള് നസ്രിയ നസീമിന്റെ ഒക്കെ കുറച്ച് അങ്ങനെ അല്ല, ആ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ സംഭവങ്ങളൊക്കെ. അല്ല, അത് നസ്രിയ എടുക്കുന്ന കുറെ ക്യാരക്ടേഴ്സ്. എന്റെ ദൈവമേ, നശിച്ചു പോടാ. സെറ്റിൽ അവസ്ഥയാണോ? ഭയങ്കരമായിട്ട് പ്രാകും. ഭയങ്കരമായിട്ട് ചാടി ചാടി നിൽക്കും. അല്ല, ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞങ്ങളെ 3 പേര്, ഞാനും രാഹുലും പിന്നെ നവനീത് ഇവരുടെ അനിയനുണ്ട്. ഞങ്ങളെ എപ്പോഴും കുറെ ആൾക്കാരാണെങ്കിലും പറയുന്നത് കുട്ടൻ, അജു, ദിവ്യ, ഇങ്ങനത്തെ ഒരു കൈൻഡ്. എന്താണോ അത് പിടിച്ചതാണല്ലേ? അതെ, അതെ, കാരണം അത്രയ്ക്ക് ചിന്തിച്ചില്ല. ഓക്കെ, അപ്പൊ അവിടെ തിരിച്ചൊരു അല്ലെ ഒന്നിനെ നെയ്യുമ്പോളിയോ അല്ലെങ്കിൽ ദുൽഖറോ പ്രതീക്ഷിക്കാം. യെസ്. അപ്പൊ എന്തായാലും പുറത്തറിയാത്ത കഴിവ് നിന്നോട് ചോദിക്കുന്നത് എന്റെ പുറത്തറിയാത്ത ഇപ്പോഴും കാര്യത്തിലേക്ക് വന്നിട്ടില്ല. പുറത്തറിയാത്ത കഴിവ് ഞാൻ ഭയങ്കര വളയം ഫ്ലെക്സിബിൾ ആണ്. പെട്ടെന്ന് അങ്ങനെയല്ല, എനിക്ക് കാലൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ കണ്ണൊക്കെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൃഷ്ണമണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എഴുതിയിരിക്കുന്നത് ഗുഡ് ലിസണർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓ, ഗുഡ് ബോയ്. നല്ലത്. ഞാനോ തോന്നിയിട്ടില്ല സ്വയം നിൽക്കാൻ വയ്യാതെ. അതെ, ഫേവറേറ്റ് ആക്ടർ
അല്ല അതുണ്ടായിരുന്നില്ലല്ലോ. റാപ്റ്റ് ആക്ടർ എന്നുള്ള ഓൾറെഡി പറഞ്ഞിട്ടിരുന്നായിരുന്നു. ഇല്ല. ക്രഷ് ആരാന്നാ പറഞ്ഞത്? ഫൈനലി ഫേവറേറ്റ് ഫുഡ് മാംഗോ ജ്യൂസ് ഇഷ്ടമാണ്, ഷവർമ ഇഷ്ടം. മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസ് ആണ്. കഴിഞ്ഞില്ലല്ലോ എത്രയായാലോ? എത്ര പോയിന്റ്? 4. അപ്പൊ ക്രഷോ? 3 പോയിന്റ്സ് എഴുതിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. ആൻഡ് ഫൈനൽ ഉത്തരം ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. അല്ല ഓൾറെഡി ചോദിച്ചിട്ടില്ലോ, ആക്ടർ ചോദിച്ചില്ലോ. ക്രഷ് എന്നുള്ള രീതിയിലേക്കും കിട്ടി, പക്ഷെ 3 പോയിന്റ്സ്. 4 അല്ലേ? ഫേവറേറ്റ് ആക്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല അല്ലേ? 1 2 ഇല്ല 3 എന്താ ചോദിക്കാറ്? 4 പോയിന്റ്സ്. ഞാൻ ഓൾറെഡി ക്രഷ് കൂടി വന്നുകൊണ്ട് പിന്നെ ചോദിക്കാൻ ഞാൻ. എനിക്ക് 4 പോയിന്റ്സ്. അപ്പൊ അത് അല്ല ഇവന്റെ ഫേവറേറ്റ് ആക്ടർ അറിയായിരുന്നു. 4 പോയിന്റ്സ്. യെസ്. അപ്പൊ എന്തായാലും 4 പോയിന്റ്സ് ആയിട്ട് ഇതോടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് ഇനി ഒരൊറ്റ പോയിന്റോട് കൂടണം. റെഡി? സോ ഒരാൾ കുറെ മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് വ്യക്തമാണ്. സിറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് രാഹുൽ പറയൂ. രാഹുൽ സുരേഷ് സെറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് മേ ബി ഓക്കെ തന്നെ ആയിരിക്കാം. ആണോ? എന്റെ ഇതില് അല്ല, കട്ട് ഓഫ് ചെയ്യും ഞാൻ. അതാണോ? അത് കലിമോടാണോ? അല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതായിക്കൊണ്ടിരിക്കുമ്പോ ശ്രീതു എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ നിന്നെ കട്ട് ഓഫ് ചെയ്യും. ഈ ഫ്രണ്ട്ഷിപ്പിൽ ആക്ച്വലി ഇവരോട് മാത്രമേ പറയാറുള്ളൂ. സെറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് മേ ബി ഓക്കെ ആണ്. നമ്മളെല്ലാരും ഒരു വർഷമായിട്ട് നമ്മളെല്ലാരും സെറ്റിൽ ഒരുമിച്ച് ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോ ഇപ്പൊ ഞാനാണെങ്കിലും നവനീതാണെങ്കിലും നമ്മുടെ ഒരു സാധനം എല്ലാവർക്കും വരുമല്ലോ. അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നു ഞാൻ മാത്രല്ല, ഇപ്പൊ എന്റെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന വേറൊരു കൊച്ചുണ്ട്, അവളാണെങ്കിലും പറയുന്നത് ഇപ്പൊ മിണ്ടി കഴിഞ്ഞാൽ എല്ലാരെയും പറഞ്ഞതാണ് കട്ട് ഓഫ് ചെയ്യുന്നത്. അപ്പൊ അവളുടെയും കൂടി റൊമാൻറ്റിക് സീനിൽ കൈ നട്ടത് ആയിക്കോട്ടെ. എടാ ഞാൻ എന്നോടാണ് ചോദിക്കണ്ടോ ഈ കുട്ടി? അല്ല, അത് കറക്റ്റ് ആയിരിക്കും. അതെട്ടോ, അത് കറക്റ്റ് ആയിരിക്കും. അതെ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു. ഇല്ല, അമ്മ സത്യം. ശംഭു പ്രോമിസ് ഉണ്ട്. സോ ഒരു പോയിന്റ്. എന്നോടാണ് ചോദ്യം. സീരിയലിലെ ഏറ്റവും ക്രിഞ്ചായി തോന്നിയിട്ടുള്ള ഡയലോഗ്? എന്റെ ഡയലോഗ് ഏറ്റവും ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത് ഉണ്ടായിരുന്നു ആക്ച്വലി, പക്ഷെ അത് മാറ്റി. എന്തോ സംതിങ് രാവിലെ എനിക്ക് മീനു കോഫി വേണ്ട, അങ്ങനെ എന്തോ സംതിങ് അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. എന്റെ എഴുതിയത് എന്താ? സെയിം സാധനം ഈ സമർപ്പിക്കുക, ഞാൻ നിന്നെ വിചാരിച്ചു. അല്ല, അവനുണ്ടായിരുന്നു. അല്ലല്ല, എന്റെ ഡയലോഗാണ് ചോദിച്ചത്. ഡയലോഗ് ഏറ്റവും അല്ല, നിനക്കുണ്ടായിരുന്നല്ലോടാ ഡയലോഗ്. അതെന്താ എഴുതാഞ്ഞേന്ന് അതാണ് ചോദിക്കുന്നത്. യെസ്. ആൻഡ് കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഡയറക്ടർ ഒരൊറ്റ പാട്ടിൽ നിൽക്കുകയാണ്. എനിക്ക് പൃഥ്വിരാജ് സാർ ആണ്. എന്റെ ഇതിലുള്ള ജീത്തു ജോസഫ്, ബേസിൽ ജോസഫ്. അല്ല, ബേസിൽ ജോസഫ്. അത് വെട്ടി ഞാൻ. എന്തായാലും തെറ്റിയല്ലോ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ത്രില്ലറിലും പിടിച്ചു, ഒന്ന് ഫണ്ടിലും പിടിച്ചു അല്ലേ? രണ്ടിലേക്ക് എന്തെങ്കിലും. ഓക്കെ. സെലിബ്രിറ്റി ക്രഷ്? നേരത്തെ അല്ലേ പറഞ്ഞോളൂ. സാനിയാണ്. എന്താ എത്ര ക്രഷ് വന്നാ? അല്ല, ഒന്നുമില്ല. നല്ല ആ ഒരു ദ വേ ഷീ ക്യാരീസ് ഹെർസെൽഫ്, ആ ഒരു സാധനം, ആ ഒരു ക്ലാസി ഉണ്ട്. സാനിയായിട്ടൊരു പടമൊക്കെ ചെയ്യാൻ വിളിച്ചാല് കഥ പോലും നോക്കാതെ, ഡയറക്ടർ പോലും നോക്കാതെ പോയി ചെയ്യും. ഒബ്വിയസ്ലി ചെയ്യും. കഥ പോലും നോക്കാതെ അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു. കഥ പോലും നോക്കാതെ, ഡയറക്ടർ നോക്കാതെ പോയി ചെയ്യും. പ്രശ്നമല്ല, ഒരു ഇത്രയും ചെറിയൊരു ഏജിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. അതും കുറെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പണ്ട് കുറച്ച് സിറ്റുവേഷനുകൾ കടന്നു വന്ന് ഇത്രയും ചെറിയ ഏജിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ, അതിലൊരു റെസ്പെക്ട് ഉണ്ട്. ഒരു എന്തുകൊണ്ട് അത് പറയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ എന്തുകൊണ്ടായിരുന്നു? ഫ്രണ്ടും കൂടിയാണ്. അറിയാം, പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ബഹുമാനം കൂടി അതിന്റെ ഒപ്പം ഉണ്ടെന്നുള്ള രീതിയിലേക്ക്. യെസ്. ഓക്കെ. മൂവി ക്യാരക്ടർ അങ്ങനെ എനിക്കറിയാം കൃഷ്ണേന്ദു എന്താ എഴുതിയേക്കുന്നത് എനിക്ക് പറഞ്ഞോളൂ. എന്നെ മറ്റേ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടറായിട്ടാണ്. എന്താ കാരണം? അത് വ്യക്തിവിരോധം കൊണ്ടാണ് ശരിക്കും? അങ്ങനെ സീനാണോ? നമ്മള് നിഷ്കരുണവും പോട്ടെ, നമ്മള് വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളും
ഇന്റർപ്രറ്റ് ചെയ്യുന്ന വേറെ രീതിയിലായതുകൊണ്ട് അങ്ങനെ അല്ലല്ല എന്റെ പ്രൂഫ് ഉണ്ട് കറക്റ്റ് ആണോ ആദ്യം പറഞ്ഞോളൂ. കറക്റ്റ് ആണ്, വെരി വെരി കറക്റ്റ്. സോ 3 points. ഇനി റീസൺ പറഞ്ഞോളൂ. റീസൺ ഒന്നല്ല, ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമില് ഇപ്പൊ ഇന്ന് എന്നെ എവിടേക്കാ കൊണ്ടുപോയത്, ഈ കുട്ടിക്ക് എവിടെ ചെന്നാലും മാംഗോ ജ്യൂസ് ഷവർമ മാത്രം മതി. എവിടെ പോയാലും മാത്രം മതി. രാവിലെ ഉച്ചയ്ക്കും രാത്രിയും എല്ലാം അത് മാത്രം മതി. എന്റെ ബ്ലോഗ്സിലെല്ലാം ഉണ്ട് കേട്ടോ, വീഡിയോയില് ഇവിടെ വന്നപ്പോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിച്ചോട്ടെ. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ, അത് കഴിച്ചോട്ടെ. അതിങ്ങനെ അറിയണ്ട, മനുഷ്യരാകുമ്പോ എപ്പോഴും ഈ ഷവർമയും മാംഗോ ജ്യൂസും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫുഡ് കഴിച്ചോട്ടെ എന്നുള്ള ഉദ്ദേശ ശുദ്ധിയോട് കൂടി ഞാൻ പറഞ്ഞു, നിനക്ക് മെനു നോക്കി നോക്കാൻ മനസ്സിലാവില്ല. ഞാൻ പക്ഷെ ട്രൈ ചെയ്തുകൊണ്ട് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഇത് ഓർഡർ ചെയ്യാം. ഞാൻ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വന്നത്തേക്ക് നല്ല അത് മാത്രമല്ല കേട്ടോ, ഇത് ഇന്ന് മാത്രമൊന്നുമല്ല, അതിന് മുമ്പും എന്താ ജ്യൂസ് വേണ്ടതെന്ന് ആള് വന്ന് ചോദിക്കുമ്പോ ഇവൻ പറയും പൈനാപ്പിൾ അല്ല വാട്ടർമെലൻ. പ്രൂഫ് ഉണ്ട് ട്രാൻസ്ലേഷൻ. അപ്പൊ ഞാൻ അവിടെ പറയും അല്ലല്ല വാട്ടർമെലൻ മതി എന്ന് പറയുമ്പോ മിന്നായിരി അവിടെ അത് മതി, വാട്ടർമെലൻ മതി എന്ന് പറയും. അത് കറക്റ്റ്. എന്താ പറയാ, നമ്മള് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന പെട്ടെന്ന് ഉച്ചക്ക് ചെറിയ ടൈം ഉണ്ടല്ലോ ബ്രേക്ക്, പെട്ടെന്ന് വന്ന് അല്ല വേറെ ഉണ്ട്. എനിക്ക് ഞാൻ ഈ വ്ളോഗൊക്കെ എടുക്കുന്ന ആളായ കാരണം ഞാൻ ക്യാമറ അവിടെ ഇവിടെ വെക്കണ കാരണം പെട്ടെന്ന് വന്ന് കഴിച്ചിട്ട് പോകണം, പെട്ടെന്ന് എത്തണം. അപ്പൊ നമ്മളവിടെ ചെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് എല്ലാവർക്കും അത് മതിയാവും. അപ്പത്തേക്കും മേഡത്തിന് വലിയ ലിസ്റ്റ് വേണം, അതെല്ലാം നോക്കി അപ്പത്തേക്കും നമ്മൾ അവിടെ കറക്റ്റ് ടൈമിൽ എത്താൻ അറിയില്ല. നമ്മൾ പറഞ്ഞാണ് ഇത് മതി എന്ന് പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ, എന്റെ മെനു ആ രീതിയാണ്. സോ എന്റെ എഴുതിയിരിക്കുന്നത് ശരിക്കും തന്നെയാണ്. എത്ര പോയിന്റ്? 4 points കഴിഞ്ഞില്ലേ? ഞാൻ ഒന്നില് പിടിക്കുന്നു വിചാരിച്ചു ലാസ്റ്റ്, പക്ഷെ നിങ്ങൾ ആ സീരിയലിലുള്ള പ്രശ്നം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ആക്കി. പക്ഷെ അവിടെ കയറി സ്കോർ ചെയ്യണം എന്നാട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെ, പിന്നെ അത് മാറിയതാണ് അല്ലേ? ഏതായിരുന്നു? ഒരെണ്ണം കൂടി വരണം, അത് ശരിയാവും എന്നുള്ള രീതിയിലേക്ക് ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു ഉത്തരം കൂടി വരണം, അത് ശരിയാവുന്ന നിങ്ങളുടെ ക്യാരക്ടർ അല്ലാതെ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ എന്നാണോ പറഞ്ഞത്? ഐ മീൻ ഒരാള് വ്യക്തി എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ പറയുവാണെങ്കിൽ വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് നമ്മുടെ ഗൗതം, നമ്മുടെ നവനീതിന്റെ അടുത്താണ് കുറച്ച് അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിക്ക്. നിങ്ങളിൽ 3 പേരിലെ ആണ്. ആൻഡ് ഫൈനലി നമ്മളെപ്പോഴും പാട്ട് വിശേഷം എന്നൊരു സെഗ്മെന്റിലോട്ട് നമ്മൾ പോകാറുണ്ട് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ. സോ ഈ പാട്ട് വിശേഷം പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പ്രിയപ്പെട്ട പാട്ടുകളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. ഒരു ഫേവറേറ്റ് സോങ് ആയിരിക്കും. ഇത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ചില പാട്ടുകൾ ചിലപ്പോൾ നമ്മൾ വല്ലാതെ മോശമായിട്ട് വേണ്ടത്, അതായത് നമ്മുടെ ഏറ്റവും മോശം സിനിമയിൽ അല്ല സമയത്തായിരിക്കും ചിലപ്പോൾ ഈ പാട്ട് കേട്ടിട്ടായിരിക്കുക. ഇല്ല ചിലപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് അങ്ങനെയൊക്കെ ആയിരിക്കാം. പ്രണയത്തിലാവോ അതല്ല സൗഹൃദത്തിലൊക്കെ ആവും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലായിട്ട് ഏറ്റവും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ട്, ആ പാട്ടിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ പാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഒരു മലയാളത്തിലാണെങ്കിൽ ഞാൻ ആക്ച്വലി സാഡ് സോങ്സ് ഇപ്പൊ മ്യൂസിക് എന്നെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു സാഡ് സോങ് കേൾക്കാറില്ല. അപ്പൊ ആ പാട്ട് വളരെ നല്ലതാണെങ്കിൽ പോലും ഞാൻ ഒരു പ്രാവശ്യം കേട്ട് അത് എൻജോയ് ചെയ്യും. പക്ഷെ പിന്നെ അത് ആ സാഡ് സോങ് കേട്ട് ആ ഒരു മൂഡിലേക്ക് ഇപ്പൊ ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് വിഷമം വന്ന ഒരു അങ്ങനത്തെ ചില വിഷമമുള്ള പാട്ട് ഒരു സമയം എൻജോയ് തുടങ്ങും നമ്മള് അല്ലേ? ഞാൻ ആക്ച്വലി വിഷമം വന്ന ഒരിക്കലും വിഷമമുള്ള പാട്ട് കേട്ട് പിന്നെ വിഷമിക്കാറില്ല. ഞാനപ്പോ ഒരു ഫീൽ ഗുഡ് സോങ്സ് കേൾക്കും. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാറേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് അവർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് ഒരിക്കലും വിഷമം വന്നാൽ വിഷമമുള്ള പാട്ട് ഞാൻ കേൾക്കാറില്ല. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഗുഡ് വൈബ്സ് ഉള്ള മ്യൂസിക് ആണ് കേൾക്കാറ്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സോങ് ഏതാ? എത്ര ആവർത്തിച്ച് കേട്ടാൽ? ഇംഗ്ലീഷിലൊക്കെ വീക്കെൻഡ് സോങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ കുറച്ച് പാട്ട് അങ്ങനെ അറിയുള്ളൂ, ഇങ്ങനെ കേൾക്കാറുള്ളൂ. ഇപ്പൊ മറ്റേ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എവർഗ്രീൻ ഫേവറേറ്റ് സോങ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഡൗൺ ആണെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ് നമുക്ക് ഒരു 2 വരിയിലൂടെ തരാൻ പോവാണ് ഇപ്പോൾ രാഹുൽ. നമുക്ക് 2 പേർക്കും വേണം. ഇല്ല എന്തായാലും കൃഷ്ണന്റെ അത് വേറെ സിറ്റുവേഷൻ പറയാനുണ്ട്. ബ്രേക്കപ്പ് സമയത്തൊക്കെ അതിന്റെ കഥ പറയാനുണ്ട്. ഓക്കെ. ദൂരത്ത് കണ്ടാൽ അറിയാത്ത ഭാവം അരികത്ത് വന്നാൽ നെഞ്ചോട് ചേർത്താലാറാട്ടുവേണം അനുരാഗമെത്തും മനസ്സിനുള്ളിൽ. ഹേ സലോമ 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 ഹേ സലോമ
Salama, Salama, walking in the moonlight. I'm thinking of you, listening to the raindrops. I'm thinking of you. അപ്പൊ ഞാനും കൂടെ പാടിയിട്ടുണ്ട് കേട്ടോ. കൂടെ പാടിക്കൊണ്ടില്ല. കേൾക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ കൃഷ്ണേന്ദുവിന് പറയാനുള്ളത് കുറച്ചൊന്ന് സാഡ് ആയിട്ടുള്ള സാധനമാണ്. പാട്ട് വിശേഷത്തിലെ കൃഷ്ണേന്ദുവിന്റെ പാട്ട് അല്ല, ഇതിപ്പോ ഞങ്ങളുടെ ആ കാര്യം സെയിം ആണ്, ഭയങ്കര സെയിം ആണ്. കാരണം എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോ രാഹുലാണെങ്കിൽ ഇപ്പോഴും പറയുന്നതാണ്, എനിക്ക് ഇയർഫോൺ ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്. അപ്പൊ രാഹുൽ ഇപ്പോ സ്പീക്കറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് സ്പീക്കർ വാങ്ങിക്കുക. കാരണം അവനറിയാം എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതേപോലെ സെയിം ആണ്. ഇപ്പൊ വിഷമിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ ഭയങ്കര മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പീസ് ഓഫ് മൈൻഡ് ആണെങ്കിലും മെന്റൽ സ്ട്രെങ്ത് ഭയങ്കര കുറവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ എന്റെ കംപ്ലീറ്റ് മൂഡ് എനിക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. ഇപ്പൊ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും ദേഷ്യം വന്നിരിക്കുകയാണെന്ന് വെച്ചെങ്കിലും ഏതാണ് ആ മൂഡ് വെച്ചെങ്കിൽ അതിപ്പോ ഹാപ്പി മൂഡ് ആയിക്കോട്ടെ ഏത് മൂഡ് ആയിക്കോട്ടെ മ്യൂസിക് കേട്ട് കഴിഞ്ഞു വെച്ചാൽ ഭയങ്കര ചേഞ്ച് ആണ്. അല്ല, ഞാൻ ഒരുപാട് പാട്ട് കേൾക്കും. മലയാളം കേൾക്കും, ഇംഗ്ലീഷ് കേൾക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ ചാർലി പുത്തിന്റെ കുറെ സോങ്സ് കേൾക്കും. അയ്യോ, പിന്നെ അങ്ങനെ പിന്നെ മലയാളവും കുറെ തമിഴ് റൊമാൻറ്റിക് സോങ്സ്. എനിക്ക് കാർത്തിക്കിന്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. നരേഷ് അയ്യർ, ഹരീഷ് ജയരാജ്, അങ്ങനെ കുറെ സോങ്സ് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഇവരെ ശല്യം ചെയ്യുന്ന ഒരു വരിയുണ്ട്. മനസ്സുകളാ നാം പോകും നേരം ഇതുവഴിയേ നാം കാണാദൂരം. ആ ഒരു സംഭവമാണ്. ഇല്ലില്ല, വല്ലപ്പോഴും മാത്രം നന്നായിട്ട് പാടിയിട്ടുണ്ട്. അല്ല, ഈ ഒരു 2 ലൈൻ മാറ്റാറായിട്ടുണ്ട്. ഉത്തരം ശരിക്കും പാടും എന്നുള്ളതാക്കണമായിരുന്നു. അല്ല, അതൊരു ആ ഒരു 2 ലൈൻ എപ്പോഴും ഇവൻ നിൽക്കുമ്പോ മനസ്സുകളാ എന്ന് പറയുമ്പോ ഇങ്ങനെ നോക്കാം. അതുകൊണ്ട് അതെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. രണ്ടുപേരെയും ഒരേപോലെ അല്ലെ ഇങ്ങനെ കണ്ട് ഈ മനസ്സ് നിറഞ്ഞ ഇതുപോലെ തന്നെ പോകട്ടെ. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഇത്രത്തോളം സ്വീകാര്യത കിട്ടുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ച് വിഷമം കൂടി ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് കൃഷ്ണേന്ദുവിനെ തുടക്കകാലത്ത് ഡയറക്ടറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ക്രൂവിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നല്ല രീതിയിലേക്ക് ബോഡി ഷേമിംഗ് ഒക്കെ കിട്ടിയ ഒരാളാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം സ്കിന്നി ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് ഡയറക്ടറിന്റെ സൈഡ് അങ്ങനെയല്ല. നമുക്ക് എന്ന് പറഞ്ഞ സീരിയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചില ആൾക്കാർക്കുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു മൂവി കോൺസെപ്റ്റ് അല്ല ശരിക്കും സീരിയലത്തെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അവര് കാണുന്ന, കാരണം ഞാൻ കാണുന്ന ഒരു ബ്യൂട്ടി അല്ലായിരിക്കും ഇവന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സംഭവങ്ങളായിരിക്കില്ല ഇവൻ കാണുന്നത് അവരുടെ വേറെ ബ്യൂട്ടി എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ചെറിയ സ്കിന്നി, പക്ഷെ എന്നെ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ. പക്ഷെ പലപ്പോഴും സംവിധായകരോടും പറഞ്ഞിട്ടുണ്ട് എന്നെ നേരിട്ട് കാണുന്ന പോലെ അത്രയും. അതായത് ഇപ്പോഴും കാണുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലായിക്കോണം. കാരണം അതിൽ ഞാൻ ഭയങ്കര ചെറുതാണ്, സ്കിന്നിയാണ്. സ്ക്രീനിൽ പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി വരുമ്പോൾ ഭയങ്കര സൈസ് തോന്നും. പക്ഷേ ഈ എല്ലാവരും സെറ്റിൽ ഇത്രയധികം പേരിരിക്കുമ്പോൾ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത് വിഷമം. അതെ, അത് തന്നെയാണ് എനിക്ക് ബോഡി ഷേമിങ് എനിക്ക്. പക്ഷെ എനിക്കതൊരു ബ്ലെസ്സിങ്. അത് ഈ ഒരു ഇവിടെ വന്നപ്പോൾ മാത്രം കുറച്ച് ആൾക്കാരുടെ ഇടയിൽ മാത്രമേ എനിക്ക് കിട്ടിയപ്പോൾ, അല്ലാതെ കാരണം എനിക്ക് ഈ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാം, എനിക്ക് അതേപോലെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. പിന്നെ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതാണ് 50-50 ആണ്. കാരണം ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം പോകുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ബോഡി കുറച്ചും കൂടി. അതിന് ഇഷ്ടംപോലെ വഴികൾ വേറെ ഉണ്ട്. നമുക്ക് അതിൽ സൈസ് തോന്നിക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻ ആംഗിൾ, ക്യാമറ ആംഗിൾ വെക്കുന്നൊക്കെ അനുസരിച്ചിരിക്കും. സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പറയോ വാക്കുകൾ കൊണ്ട് തന്നെ ഇതിങ്ങനെ വേണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയൊക്കെ പറയാം. മീൻസ് പലരും ഓപ്പൺ ആയിട്ട് പറയുന്നത് അത് അതിനാ പ്രൊഫഷണൽ രീതിക്ക് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് ടൈമിലൊന്നും എനിക്കത് ആ രീതിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ബാക്കി എന്റെ ഫ്രണ്ട്സിന്റെ സൈഡായിട്ട് എല്ലാവരും ചോദിക്കുന്നത് നീ ഡയറ്റിംഗ് ആണോ, നീ എങ്ങനെ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ. അത് പക്ഷെ നമ്മൾ അങ്ങനെ തോന്നിക്കാൻ ഇപ്പൊ പറഞ്ഞല്ലോ ക്യാമറ ആ ഒരു രീതിക്കാണെങ്കിൽ നമ്മൾ ആംഗിൾ വെക്കുന്ന അനുസരിച്ചിരിക്കും. ക്ലോസ് വെക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ആ ഒരു രീതിക്ക് മെച്യൂരിറ്റി ആണെങ്കിലും മേക്കപ്പിലുണ്ട്, ഹെയർ സ്റ്റൈലിലുണ്ട്, എല്ലാം കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. പക്ഷെ അല്ലാത്ത ബാക്കി അതൊരു 20% ഉള്ളൂ. ബാക്കിയുള്ള ആ ഒരു സംഭവം ഫുള്ളും എനിക്ക് പറഞ്ഞ ക്രൂവിൽ നിന്ന് തന്നെ അതിനപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടർ എത്രത്തോളം സ്വീകാര്യത കിട്ടി എന്നുള്ള കോംപ്ലിമെന്റോട്ട് മാറിയപ്പോ ഫിസിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് ബോഡി ഷേമിങ് അത് പബ്ലിക്കായിട്ട് ചില ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അതായത് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഇതായി പോയി. എനിക്ക് ചില വേർഡ് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പക്ഷെ അത് പിന്നെ ഞാൻ
അത് ആ സെൻസിൽ എടുത്തു തുടങ്ങി. കാരണം മുമ്പ് നമുക്കാണെങ്കിലും ബോഡി ഷേമിംഗ് എന്ന് വിചാരിച്ച് അതിനെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമാവുന്നത്. പക്ഷെ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചെങ്കിൽ പിന്നെ ആ രീതിക്ക് എടുത്തപ്പോൾ ഫൈൻ ഗുഡ്. അപ്പോൾ എപ്പോഴും ആ ഒരു പോസ്റ്റ് വൈബിൽ എടുക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറയാൻ പറഞ്ഞ ഉത്തരം ഞാൻ പറയട്ടെ. എന്താ? സെലിബ്രിറ്റി ക്രഷ് ആരുടെ? എന്റെ. കൃഷ്ണൻ. ആ ആരാ? DQ. Correct അല്ലേ? മൈൻഡ് റീഡിങ് വശമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ അത് ഐ കോണ്ടാക്ട് പിടിച്ചത് പറഞ്ഞു. ക്രഷിനെക്കാളും സംഭവം എന്ന് പറഞ്ഞാൽ ഫാൻ ഗേൾ സംഭവം. ക്രഷ് എന്ന് പറഞ്ഞാൽ നമ്മള് അതൊരു വേറെ ഇതാണ്. ഇതെന്ന് പറഞ്ഞ ഒരു ഫാൻ ഗേൾ തന്നെയായിരുന്നു ഞാൻ. കറക്റ്റ് കറക്റ്റ് അല്ലേ? ചുമ്മാ പറഞ്ഞല്ലോ. ഇല്ല, അത് ഞാനും അത്ര ചിന്തിച്ചില്ല. ഓക്കെ, ഞാൻ അത്രയും ഇഷ്ടത്തോടെ കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു പിക്ചറിനെ കുറിച്ച് സംസാരിക്കാതെ വയ്യ. എന്തായാലും ആ ഒരു മൊമെന്റ് എന്താ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത്? അതൊരു എനിക്കൊന്നും ഓർമ്മയില്ല. ചുറ്റുള്ളതും കാണാൻ പറ്റില്ല സാറേ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ഒരു വീഡിയോ കൂടി അതിലുണ്ടായിരുന്നു. ഞാൻ 2017 ആ ടൈമിലും പിന്നെ ഈ ഒരു ആഡ് വന്ന ടൈമിലുള്ളൊരു എൻ്റെ ആ ഒരു ജേണി കറക്റ്റായിട്ട് അതിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫാൻ ഗേൾ ആയിട്ട് ദുൽഖർ സൽമാൻ ഒരു ഇനോഗ്രേഷൻ വന്നപ്പോൾ സൈഡിൽ കൂടെ പോകുമ്പോൾ നിന്ന് സെൽഫി എടുത്തുള്ള ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇപ്പൊ അപ്പുറത്ത് ആഡിൽ ആളുടെ അനിയത്തിയായിട്ട് നിൽക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ സ്ട്രഗിളിന്റെ അതെ ആ ഒരു സ്ട്രഗിളിന്റെ ഒരു റിസൾട്ടാണ് ആ ഫോട്ടോ. അതായത് എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുപോലത്തെ ഒരു കഥ പറയാം. അപ്പൊ എല്ലാവർക്കും ഒരു പിക്ചർ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഉണ്ടാവണമെന്നില്ല. അവർക്ക് എനിക്ക് അത് വിസിബിൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോയും വീഡിയോ ഉള്ളത് കാരണം ആൾക്കാർക്ക് മുമ്പിൽ അതൊരു ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. ആ കഥയ്ക്ക് ഇന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്ലൈമാക്സ് കൂടി ഉണ്ട്. കാരണം ഇന്ന് മലയാളത്തിലെ കുറേ ചെറുപ്പക്കാരുടെ ക്രഷ് ആയിട്ട് മാറാൻ കൂടി പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഹുലിന്റെ അടുത്താണ് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ രൂപം, ഭാവം, അതിനൊപ്പം തന്നെ ശബ്ദം ഭയങ്കര ഇതാണ്. അപ്പോൾ കൊമൻസിൽ കാണുന്ന ഭയങ്കരമായിട്ടുള്ളതാണ് രാഹുലിന്റെ അല്ലെങ്കിൽ അർജുൻ ഭയങ്കര ശബ്ദം ഭയങ്കര നല്ലതാണ് രീതി. ഇപ്പോൾ രാഹുൽ എപ്പോഴും സംസാരിക്കുന്ന ലൈവിലാണെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ പാട്ട് കൂടി പാടും. എനിക്ക് പേഴ്സണൽ അറിയില്ലായിരുന്നു. അപ്പോൾ ആ പാട്ടും കൂടി ആയപ്പോൾ അത് ഗംഭീരം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാതെ പോയി. ആക്ടർ ആകുമ്പോൾ ഇത്രത്തോളം ഒരുങ്ങിയിരിക്കുമ്പോൾ പലപ്പോഴും ഈ ടാറ്റു ഒരു വിഷയമായിട്ട് പറയാറുണ്ട്. അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നൊരു ഒന്നുകൂടെ കാണുന്ന രീതിയിലേക്ക് ഇത് ആക്ച്വലി എന്താ എഴുതിയിരിക്കുന്നത്? ഇത് റൈസ് എന്നാണ് എഴുതിയത്. ഇത് അറിവില്ലാത്ത പ്രായത്തില് നമ്മൾ ചെയ്താണ് 2012. അന്നേരം നമ്മൾ ഈ ഒരു ടാറ്റു വരുന്നേ ഉള്ളൂ കേരളത്തിലേക്ക്. അപ്പൊ അത് ചെയ്യണം എന്നൊരു ടാറ്റു ചെയ്യണം അല്ല എന്ത് ചെയ്യണം എന്ന് നമുക്ക് അന്നേരം ചിന്തയില്ല. എങ്ങനെ ചെയ്യണം? എനിക്ക് ഏറ്റവും ആദ്യം ടാറ്റു ചെയ്യണം. അപ്പൊ അങ്ങനെ അങ്ങ് ഓടിപ്പോയി ഒബ്രോണില് സ്ഥലത്ത് പോയി ചെയ്തതാണ് അത്. പക്ഷെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം അത് അറിവില്ലാത്തൊരു പ്രായത്തിൽ ചെയ്തതാണ്. പക്ഷെ അതിൽ എഴുതിയ പോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും. പക്ഷെ അത് ചെയ്ത രീതി, ചെയ്ത ഫോണ്ട് കാര്യങ്ങള്, പെർഫെക്ഷൻ, അതിലൊക്കെ എനിക്ക് കുറച്ച് കാരണം അന്നത്തെ സമയത്ത് അതൊന്നും നോക്കുന്നില്ല. ആരാണ് ആർട്ടിസ്റ്റ്, അദ്ദേഹം എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നതൊന്നും ഓർക്കുന്നില്ല. നമുക്ക് ടാറ്റു എന്തെങ്കിലും ഒരു ബോഡിയിൽ പെർമനന്റ് ആയിട്ടൊരു സാധനം വയ്ക്കുക, ഏറ്റവും ആദ്യം വയ്ക്കുക, അങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള തോട്ടിൽ ചെയ്ത സംഭവമാണ്. അപ്പൊ എന്തായാലും ഇന്നത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ അതുപോലെ തന്നെ ലൈഫ് സംഭവിക്കുന്നു. ഈ വർഷം ഉണ്ടാവട്ടെ എപ്പോഴും ഇതുപോലെ കുറേയധികം ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് അതുപോലെ തന്നെ ഒരുമിച്ച് കാണാൻ പറ്റട്ടെ എന്ന് കൂടിയാണ്. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട്. നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ല ഹാപ്പി. വി ആർ ഹാപ്പി. താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും കാണാം. തീർച്ചയായും ഇനിയും ഇതുപോലെ ഇരിക്കും. ഓക്കെ, താങ്ക് യു.